ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഓൺ 1/1/2017 X Limited purchased 2015% debentures of Trend Limited of rupees 100 each at rupees 96 each. 1/1/2017 എക്സ് ലിമിറ്റഡ്. ഇപ്പൊ എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. നമ്മൾ എക്സ് ലിമിറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് വേണം അക്കൗണ്ട് തയ്യാറാക്കാൻ. അപ്പൊ നമ്മൾ ആരാണ്? എക്സ് ലിമിറ്റഡ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്ത് എത്ര രൂപയുടെ ഡിബഞ്ചേഴ്സ്? 2000 ഡിബഞ്ചേഴ്സ്, 100 രൂപ ഫേസ് വാല്യൂ വരുന്ന ഡിബഞ്ചേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി അത് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുള്ള എത്ര രൂപയ്ക്കാണ്? 96 രൂപയ്ക്കാണ്. ഓൺ 1/7/2017 half of debentures were sold at rupees 99 each. 1/7/2017 നമ്മൾ പർച്ചേസ് ചെയ്ത 2000 ഡിബഞ്ചേഴ്സിന്റെ പകുതി, അതായത് 1000 ഡിബഞ്ചേഴ്സ് നമ്മൾ 99 രൂപയ്ക്ക് വിറ്റു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി ഓൺ 30/6/17 ആൻഡ് 31/12/17. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് പേയബിൾ ഡേറ്റ് ഏറ്റവും ആദ്യം നോട്ട് ചെയ്യേണ്ട ഒന്നാണ്. 30/6/17 31/12/17 ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. അതായത് 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. You are required to show 15% debentures account in Trends Limited in the books of X Limited. നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആണ്. ട്രെൻഡ്സ് ലിമിറ്റഡിന്റെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എക്സ് ലിമിറ്റഡിന്റെ ബുക്കിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു സെന്റൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഡിബഞ്ചർ ആസ് ഓൺ 31st December 2017 is rupees 98. മാർക്കറ്റില് 31/12/17 ഒരു ഡിബഞ്ചറിന്റെ വില എന്ന് പറയുന്നത് 98 രൂപയാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്നത് 31/12/17 അപ്പൊ നമ്മൾ അക്കൗണ്ടിംഗ് ഇയർ എൻഡ് ചെയ്യുന്ന ആ ഡേറ്റ് വരെയുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ അക്കൗണ്ട്, ഡിബഞ്ചറിന്റെ അക്കൗണ്ട് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ നോക്കുക, നമ്മൾ അക്കൗണ്ട്സ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ഹെഡിങ് എഴുതേണ്ട കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആരാണ്? ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിന്റെ ബുക്സിൽ ആണ് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഇനി ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ ഹെഡിങ് നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം നോട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ഏത് സെക്യൂരിറ്റി ആണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ സെക്യൂരിറ്റിയുടെ പേരിലായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് 15% ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 15% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നാണ് അക്കൗണ്ടിന്റെ ഹെഡിങ് വരുന്നത്. ഇൻ ട്രെൻഡ്സ് ലിമിറ്റഡ്. ട്രെൻഡ്സ് ലിമിറ്റഡിന്റെ ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇൻ ട്രെൻഡ്സ് ലിമിറ്റഡ്. ഇനി അവിടെ ഇൻട്രസ്റ്റ് ഡേറ്റ് നമ്മൾ മറന്നു പോവാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യം അതിന്റെ ഹെഡിങ്ങിൽ തന്നെ അത് ഉൾപ്പെടുത്തുകയാണ്. ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ 30 ജൂൺ ആൻഡ് 31 ഡിസംബർ. ഇൻട്രസ്റ്റ് പേയബിൾ ഡേറ്റുകൾ 30 ജൂണും 31 ഡിസംബറുമാണ്. അതും അതിന്റെ മുകളിൽ ഹെഡിങ്ങിനോടൊപ്പം റെക്കോർഡ് ചെയ്യുന്നു. ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ ആയതുകൊണ്ടാണ് ഇവിടെ ഇൻട്രസ്റ്റിന് ഇട്ടേക്കുന്നത്. ഷെയർസ് ഒക്കെ ആണെങ്കിൽ ഡിവിഡൻഡ് എന്ന് വരും. പ്രിൻസിപ്പിൾ ഓർ കോസ്റ്റ് വീണ്ടും സെയിം. ക്രെഡിറ്റ് സൈഡിലെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓർ കോസ്റ്റ്. ഇതാണ് ഫോർമാറ്റ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ സെന്റൻസ് പറഞ്ഞേക്കുന്നത് നോക്കുക. ഓൺ 1/1/2017 എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് 2015% debentures of Trend Limited of rupees 100 each at rupees 96 each. 1/1/2017 ആദ്യത്തെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. പർച്ചേസ് ആണ് ആദ്യത്തെ ട്രാൻസാക്ഷൻ. 2000 ഡിബഞ്ചേഴ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്.
100 രൂപ ഫേസ് വാല്യൂ വരുന്ന ഡിബഞ്ചേഴ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 96 രൂപയ്ക്കാണ് ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് 1. ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഡെബിറ്റ് സൈഡ് അക്കൗണ്ടിന്റെ, ഇത് ക്രെഡിറ്റ് സൈഡ്. ഇതൊക്കെ അറിയാവുന്ന കേസാണല്ലോ അല്ലെ. ഇപ്പൊ ഡെബിറ്റ് സൈഡ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നതാണ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ അക്കൗണ്ടിന്റെ ഡെബിറ്റും ക്രെഡിറ്റുമാണ് ഈ പോർഷൻസ്. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഡേറ്റ് ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതുക. 1/1/2017 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ എഴുതേണ്ട ജേർണൽ എൻട്രി എന്ന് പറയുന്നത് 2 ആണ്. ഡെബിറ്റ് സൈഡിലെല്ലാം 2 വെച്ചാണ് എഴുതേണ്ടത്. ക്രെഡിറ്റ് സൈഡിലെല്ലാം ബൈ വെച്ചാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ 2 ബാങ്ക് ബ്രാക്കറ്റില് പർച്ചേസ് ആണ് എന്ന് അറിയുന്നതിന് വേണ്ടി പർച്ചേസ് എന്ന് കാണിക്കുക. ഇനി 2000 ഡിബഞ്ചേഴ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നോമിനൽ വാല്യൂ നോക്കണ്ടതിന് നോമിനൽ വാല്യൂ 2000 ഡിബഞ്ചറിന് 100 രൂപയാണ് ഫേസ് വാല്യൂ. നോമിനൽ കോളത്തിൽ എപ്പോഴും ഫേസ് വാല്യൂ ആണ് എഴുതുക. 2000 × 100 ആണ് ഫേസ് വാല്യൂ ആയിട്ട് വരിക. സോ 2 lakh ആണ് ഫേസ് വാല്യൂ വരിക. ഇനി നമ്മൾ ശരിക്കും 2000 ഡിബഞ്ചേഴ്സ് 100 രൂപയുടേത് ആണ് എങ്കിലും നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരെണ്ണത്തിന് 96 രൂപയ്ക്കാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ കോളത്തില് ഒറിജിനൽ നമ്മൾ വാങ്ങിയ വില കാണിച്ചാൽ മതി. അപ്പോ പ്രിൻസിപ്പൽ വാല്യൂ 2000 ഇൻറ്റു നമ്മൾ വാങ്ങിയ വില ഒരെണ്ണത്തിന് 96. ഒരു 1,92,000 രൂപയാണ് പ്രിൻസിപ്പൽ വാല്യൂ വരുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. 1/7/2017 ഡിബഞ്ചേഴ്സ് നമ്മൾ വിറ്റു. നമ്മൾ വാങ്ങിയ ഡിബഞ്ചേഴ്സിന്റെ പകുതി നമ്മൾ വിറ്റു 99 രൂപയ്ക്ക്. അപ്പൊ ഡേറ്റ് വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പൊ 1/1 കഴിഞ്ഞിട്ട് അടുത്ത ഡേറ്റ് 1/7 പറഞ്ഞേക്കുന്നത്. ഈ 1/7 മുൻപ് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇൻട്രസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അതായത് ഇൻട്രസ്റ്റ് ഏതൊക്കെ ഡേറ്റിലാണ് പേ ചെയ്യുന്നത്? 30/6 ആദ്യത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ സെയിൽസ് നടക്കുന്നതിന് മുൻപ് എന്ത് കാണിക്കണം? ഇൻട്രസ്റ്റ് കിട്ടിയതായിട്ട് കാണിക്കണം. അപ്പോ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ജേർണൽ എൻട്രി നമ്മൾ പറഞ്ഞത് ഓർക്കുക. ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഡേറ്റ് എഴുതുക. 30/6/2017 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ബൈ ബാങ്ക് എന്നാണ് ഇൻട്രസ്റ്റ്. ക്യാഷ് ആയിട്ട് കിട്ടുന്ന കാരണമാണ് അങ്ങനെ കാണിക്കുന്നത്. ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് എന്നും പറഞ്ഞാണ് ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നോമിനൽ വാല്യൂവിലായിരിക്കും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോമിനൽ വാല്യൂവിലായിരിക്കും. ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ 2 ലക്ഷം രൂപയുടെ നോമിനൽ വാല്യൂ ഉള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 2 ലക്ഷം ഇൻറ്റു എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് 15% ഡിബഞ്ചേഴ്സ് ആണ്. 15% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് അത് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. 15 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇൻറ്റു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് ഹാഫ് ഇയർലി അല്ലായിരുന്നെങ്കിൽ 30 ജൂണിലും 31 ഡിസംബറിലും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതായത് പകുതി 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ് 30 ജൂണിൽ കിട്ടുന്നത്. അതുകൊണ്ട് 6/12 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം.
ഇസിക്കൽ ടു 15,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇത് ഇൻട്രസ്റ്റ് കോളത്തിലേക്ക് വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട് 15,000. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ട്രാൻസാക്ഷനും കഴിഞ്ഞേക്കാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഏതായിരിക്കും വരിക? ഓട്ടോമാറ്റിക് ആയിട്ട് 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/7 സെയിൽസ് ആണ് വരിക. സെയിൽസ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് കുറയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് സെയിൽസ് പോസ്റ്റ് ചെയ്യുക. ഡേറ്റ് നോക്കുക, 1/7/2017 ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് തന്നെയാണ് പോസ്റ്റ് ചെയ്യുക. ബൈ ബാങ്ക് അക്കൗണ്ട്. സെയിൽസ് എന്ന ബ്രാക്കറ്റിൽ കാണിച്ചേക്കുക. ഇനി സെയിൽസ് എത്ര രൂപയുടെ സെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്? 1000 ഡിബഞ്ചേഴ്സ് ആണ് വിൽക്കുന്നത്. അതായത് 2000 ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, ഹാഫ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 1000 ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ വിൽക്കുക. 1000 ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂ 100 രൂപയ്ക്ക് 1000 ഇൻറ്റു 100 വരും. നോമിനൽ വാല്യൂ നോമിനൽ വാല്യൂ 1000 ഇൻറ്റു 100 വരും. ഇനി പ്രിൻസിപ്പൽ കോളത്തിൽ എഴുതുന്ന വാല്യൂ ഒറിജിനൽ എത്ര രൂപയാണോ ആ വാല്യൂ വരണം. 1000 എണ്ണത്തിന് ഇൻറ്റു എത്ര രൂപയ്ക്കാണ് നമ്മൾ വിറ്റു എന്ന് പറഞ്ഞേക്കുന്നത്? ഇവിടെ നോക്കുക, 99 രൂപയ്ക്കാണ് വിറ്റു എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1000 ഇൻറ്റു 99. ഇതെടുത്ത് എഴുതിയേക്കാം. ഇത് നിങ്ങൾ സെപ്പറേറ്റ് നോട്ടൊന്നും കാണിക്കണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ഇവിടെ തന്നെ അത് കാൽക്കുലേഷൻ നടത്താവുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ ട്രാൻസാക്ഷനും കഴിഞ്ഞു. ഇനി സെയിൽസ് നടന്നു കഴിഞ്ഞാൽ അടുത്ത ട്രാൻസാക്ഷൻ എഴുതുന്നതിന് മുൻപ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഇവിടെ ഒരു സെയിൽസ് ആണ് നടന്നത്. സെയിൽസ് 1,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് 99,000 രൂപയ്ക്കാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇനി പ്രോഫിറ്റ് ആണോ നമുക്ക് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അടുത്തത് അതാണ് എഴുതേണ്ടത്. 1/7/2017. ഇത് വർക്കിംഗ് നോട്ട് എഴുതണം കേട്ടോ. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ. നമ്മൾ വിറ്റ വില ആദ്യം എഴുതുക. സെയിൽ പ്രൊസീഡ്സ് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 99,000 രൂപയ്ക്കാണ് വിറ്റത്. ലെസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സോൾഡ്. വിറ്റതിന്റെ മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളതിന്റെ നമ്മൾ പരിഗണിക്കേണ്ട. നമ്മൾ വിറ്റ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കോസ്റ്റ്, അതായത് നമ്മൾ ഒറിജിനൽ അത് എത്ര രൂപയ്ക്കാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. നമ്മൾ 1000 എണ്ണാണ് വിറ്റത്. 1000 ഇൻറ്റു നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസ് നോക്കുക. പർച്ചേസ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 96 രൂപയ്ക്കാണ് ഒരെണ്ണം പർച്ചേസ് ചെയ്തത്. അപ്പോ 1000 ഇൻറ്റു 96. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. വിറ്റ വിലയാണ് കൂടുതൽ, നമ്മൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിറ്റാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്താണ്? പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. രൂപ പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഇനി പോസ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രോഫിറ്റിന്റെ ട്രാൻസാക്ഷൻ ആയിരിക്കണം അടുത്തത് പോസ്റ്റ് ചെയ്യേണ്ടത്. സെയിം ഡേറ്റിൽ തന്നെ 1/7/17 എന്ന ഡേറ്റ് ഇട്ടായിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത്. പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ കൂട്ടുന്ന ഐറ്റം ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ള ഐറ്റം ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
ബ്രാക്കറ്റില് പ്രോഫിറ്റ് ഓൺ സെയിൽ എന്ന് കൃത്യമായിട്ട് കാണിച്ചേക്കുക. പ്രിൻസിപ്പൽ കോളത്തിലാണ് കാണിക്കേണ്ടത്. മറന്നു പോകരുത്. ഇനി നോമിനൽ വാല്യൂ ഒന്നും ഇല്ല. ഡിബഞ്ചർ വാങ്ങി അതിന്റെ ഫേസ് വാല്യൂ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രിൻസിപ്പൽ കോളത്തിലാണ്. ഒറിജിനൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പൽ കോളത്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. 3000 രൂപ. അടുത്തത് ഇനി ഏതാ ട്രാൻസാക്ഷൻ നോക്കുക. ഇനി വേറെ പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് ട്രാൻസാക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അപ്പൊ നമ്മള് വിട്ടുപോകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് 2 ഉണ്ട്. 31/12 ഇൻട്രസ്റ്റ് ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്തത് ഇൻട്രസ്റ്റ് കിട്ടിയതായിട്ട് കാണിക്കാം. 31/12/2017 ബൈ ബാങ്ക് അക്കൗണ്ട് ബ്രാക്കറ്റിലെ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിക്കോളുക. ഇൻട്രസ്റ്റ് ഓൺ മുപ്പത്തൊന്ന് 12/2017. ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യില് എത്ര രൂപയുടെ ഡിബഞ്ചേഴ്സ് ബാലൻസ് ഉണ്ടെന്ന് ആദ്യം നോക്കുക. 31-ാം തീയതി നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഡേറ്റിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ഡിബഞ്ചർ ഉണ്ടോ അത്രയും ഡിബഞ്ചറിനാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഡിബഞ്ചർ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾക്കാണ് ഇൻട്രസ്റ്റ് കിട്ടുക. നമ്മൾ 1,00,000 രൂപയുടെ അല്ലെങ്കിൽ 1000 ഡിബഞ്ചർ 2000 ഡിബഞ്ചേഴ്സ് വാങ്ങിയതിൽ 1000 ഡിബഞ്ചേഴ്സ് നമ്മൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. അപ്പൊ 31-ാം തീയതി നമ്മളുടെ കയ്യിൽ 1000 രൂപയുടെ 1000 എണ്ണം ഡിബഞ്ചർ മാത്രമേ ഉള്ളൂ. അതായത് 1,00,000 രൂപയുടെ ഡിബഞ്ചറേ ബാലൻസ് ഉള്ളൂ. അപ്പോ നോമിനൽ വാല്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് എപ്പോഴും നോമിനൽ വാല്യൂവിൽ കാണണം. ഫേസ് വാല്യൂ വെച്ച് വേണം കാണാനായിട്ട്. 1000 ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതേ ഇൻറ്റു 100, അതായത് 1,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണ് ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റ് കാണുമ്പോൾ എപ്പോഴും ഈ 1,00,000 വേണം കാണാനായിട്ട്. ഇൻട്രസ്റ്റ് 1,00,000 ഇൻറ്റു 15% ഇൻട്രസ്റ്റ് എന്ന് നമുക്കറിയാം. പിന്നെ 6 മാസത്തെയാണ് അല്ലെ. ജൂൺ വരെയുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാണ്. ഇനി അടുത്ത 6 മാസത്തെ ജൂൺ തൊട്ട് ബാലൻസ് ഉള്ള 6 മാസത്തെയാണ് നമുക്ക് 31/12 കിട്ടുന്നത്. അതുകൊണ്ട് 6/12 7,500 രൂപ എന്ന് നമുക്ക് കിട്ടും. അത് ഇൻട്രസ്റ്റ് കോളത്തിലേക്ക് പോസ്റ്റ് ചെയ്യുക. 7,500. ഇനി നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. വേറെ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. 31/12/2017 ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പൊ ബാലൻസ് ചെയ്യുന്ന സാധാരണ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു എമൗണ്ട് കോളമുള്ള ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓരോ കോളമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നോമിനൽ വാല്യൂവിന്റെ കോളമാണ് ബാലൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോമിനൽ വാല്യൂവിന്റെ കോളം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഡെബിറ്റ് സൈഡിൽ നോക്കുക. 2,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഇനി ഈ സൈഡിൽ നോക്കുക 1,00,000. അപ്പോൾ വലിയ വാല്യൂ ഏതാണോ അത് നമ്മൾ താഴെ എഴുതണം. നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. 2,00,000 രൂപയാണ് വലുത്. സോ 2,00,000 എഴുതി. ഇനി കുറവുള്ള സൈഡിലാണ് നമ്മൾ എപ്പോഴും ബാലൻസ് എഴുതുക. അപ്പോൾ 31/12/17 ക്ലോസ് ചെയ്യുന്ന ഡേറ്റില് ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. 2,00,000 ഉണ്ട്, ഇവിടെ 1,00,000 ഉണ്ട്. അപ്പൊ ബാലൻസ് എത്ര വരും? 1,00,000. അതായത് 1,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ഇനി നോമിനൽ കോളം ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കോളം ബാലൻസ് ചെയ്യുക. പ്രിൻസിപ്പൽ കോളത്തില് ടോട്ടൽ എത്രയുണ്ട്? 1,92,000 പ്ലസ് 3,000 1,95,000 രൂപ പ്രിൻസിപ്പൽ കോളത്തില് ഇവിടെ വരും. ഇവിടെ 99. അപ്പൊ കൂടുതലുള്ള സൈഡ് താഴെ ഇറക്കി എഴുതുക. 1,95,000 1,95,000 രൂപ ഡിബഞ്ചേഴ്സ് ആണുള്ളത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ 1,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ആണ് നമുക്ക് ബാലൻസ് വന്നത്. ഒന്നുകിൽ ഈ കോളം നേരെ ബാലൻസ് ചെയ്യാം, പക്ഷെ ഇൻട്രസ്റ്റ് ഡേറ്റ് ഒക്കെ വ്യത്യാസം വരുന്ന കേസുകളിൽ ഈ ബാലൻസിങ് ശരിയാവണമെന്ന് ഇല്ല.
ഇവിടെ ഈ കണക്കിൽ അത് ശരിയാവും. നേരെ 99,000 കുറച്ചാൽ ഇവിടുത്തെ ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെയല്ല നോക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ്, അതായത് 1000 ഡിബഞ്ചേഴ്സ് ഉണ്ട്. 1000 ഡിബഞ്ചേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. 98 രൂപയാണ് മാർക്കറ്റ് വാല്യൂ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റ് വാല്യൂ അല്ല നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. മാർക്കറ്റ് വാല്യൂ ആണോ കോസ്റ്റ് പ്രൈസ് ആണോ കുറവുള്ള വാല്യൂ ആയിരിക്കണം ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ എടുക്കേണ്ടത്. അതായത് ഈ ക്ലോസിംഗ് ഡേറ്റിൽ ഡിബഞ്ചറിന്റെ വിലയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് മാർക്കറ്റ് പ്രൈസ് ആണോ കോസ്റ്റ് പ്രൈസ് ആണോ കുറവ്, ആ വാല്യൂ ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ആദ്യം വാങ്ങി വെച്ചിട്ടുള്ള വില 96 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ 96 രൂപയാണ് കുറവ്. അതുകൊണ്ട് തന്നെ 1000 × 96 96,000 രൂപയാണ് ഇവിടെ എഴുതുന്നത്. ഈ 1.95 ഈ 99,000 ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 96 തന്നെ ഇവിടെ കിട്ടും. ഇനിയുള്ളത് ഇൻട്രസ്റ്റ് കോളമാണ്. ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡ് നോക്കുക. ഈ സൈഡിൽ ഒന്നുമില്ല, ഈ സൈഡിൽ 15,000 7,500. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സൈഡാണ് നമ്മൾ ടോട്ടൽ ചെയ്ത് ആദ്യം എഴുതുക 22,500. രണ്ട് സൈഡിൽ എഴുതുക 22,500. അപ്പോൾ ഏത് സൈഡിൽ ബാലൻസ് വരും? ഈ സൈഡിൽ ബാലൻസ് വരും 31/12/2017. നമ്മൾ ജേർണൽ എൻട്രി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇൻട്രസ്റ്റ് കോളത്തില് ഇൻട്രസ്റ്റ് കിട്ടുന്നത് മൊത്തം നമ്മൾ ലാസ്റ്റ് വർഷാവസാനം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ഇത് മാറ്റേണ്ടത്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളുക ഇൻട്രസ്റ്റ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ എത്ര രൂപയുടെയാണ് ബാലൻസ് ഉള്ളത്? 22,500 ഫുൾ ആയിട്ട് അല്ലേ? ഇവിടെ വേറെ ഒന്നും ബാലൻസ് ചെയ്യാനില്ല. അപ്പൊ 22,500 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ഇൻട്രസ്റ്റ് കോളത്തിൽ കാണിക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ പ്രോബ്ലമാണ് ഇത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കുക. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ഇന്ന് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞ പോർഷൻസ് നിങ്ങൾ നോട്ടായിട്ട് എഴുതുക. അതിനോടൊപ്പം ഞാനൊരു പ്രോബ്ലം ഇട്ട് തരാം. ഈ സെയിം രീതിയിലുള്ള ഒരു പ്രോബ്ലം അത് ചെയ്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.